ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റാണ് പാരംസ്. C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഈ പാരംസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ഫങ്ഷൻസൊക്കെ വെച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫങ്ഷൻസ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്യുന്ന കേസിൽ എത്ര നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മൾ പാരാമീറ്റർ ത്രൂ പാസ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയില്ല എങ്കിൽ അത്തരം സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് ഈ പാരംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് എത്രയായാലും നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പാരംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീവേഡാണ്. അത് യൂസ് ചെയ്യുന്നത് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സിൻ്റെ ഒരു വേരിയബിളിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാരാമീറ്ററിനെ പാരംസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് എത്ര ഉണ്ടാകുമെന്ന് ക്ലിയറായിട്ട് മുൻകൂട്ടി അറിയാൻ പറ്റാത്ത കേസുകളിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയയാണ് ഈ പാരംസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ പാരംസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഡീഷണൽ പാരാമീറ്ററോ അങ്ങനത്തെ ആർഗ്യുമെൻറ്റ്സ് അഡീഷണലായിട്ട് പാസ് ചെയ്യുക അങ്ങനത്തെ ഇതൊന്നും പെർമിറ്റഡ് അല്ല. നമ്മൾ ആ പാരംസ് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് എത്ര ആർഗ്യുമെൻറ്റ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ സമയത്ത് നമ്മൾ ആ പാരംസ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എല്ലാ പ്രോഗ്രാമിലുള്ള പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് കൊടുത്തു. യൂസിങ് സിസ്റ്റം നെയിം സ്പേസ് ആക്സസ് സ്പെസിഫയർ ക്ലാസ് പ്രോഗ്രാം യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ. എന്താണ്? പബ്ലിക് വോയിഡ് ഷോ പാരംസ് ഇഞ്ച് വാൽ. അതായത് ഇവിടെ നമ്മൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടില്ല. എത്രയാണ് അതിൻ്റെ ഒരു ലെങ്ത്ത് എന്നോ അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ ഒരു എത്ര ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാമെന്നോ നമ്മളിവിടെ കൊടുത്തിട്ടില്ല. ജസ്റ്റ് പാരംസ് പറഞ്ഞ കീവേഡ് വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫോർ ലൂപ്പിനകത്ത് ഇത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തു. എങ്ങനെയാണ്? ഫോർ ഇൻറ്റ് i ഈക്വൽ ടു 0, i ലെസ് ദാൻ വാൽ ഡോട്ട് ലെങ്ത് i പ്ലസ് പ്ലസ്. എത്രയാണ് അതിൻ്റെ ലെങ്ത്തുള്ളത് അത്രയും അതിങ്ങനെ പ്രിൻ്റ് ചെയ്ത് പോകും. കൺസോൾ റൈറ്റ് ലൈൻ വാൽ ഓഫ് i കോളൻ ഒക്കെ ഇട്ടു, സെമി കോളനൊക്കെ ഇട്ടു. അപ്പോൾ ഇതാണ് നമ്മളുടെ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇനി നമ്മളുടെ മെയിൻ ഫംഗ്ഷനിലേക്ക് പോകുമ്പോഴാണ് അവിടെ എക്സിക്യൂഷൻ നടക്കുക. ആ എക്സിക്യൂഷനിൽ കോൾ ചെയ്യുമ്പോഴാണ് എന്താവുക? നമ്മളുടെ ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും എക്സിക്യൂട്ട് ആവുക. എന്താണ് മെയിൻ ഫംഗ്ഷനകത്ത് നടക്കുന്നത്? സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് പ്രോഗ്രാം ന്യൂ പ്രോഗ്രാം. നമ്മളൊരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ എന്താണ്? പ്രോഗ്രാം ഷോ 2 4 6 8 10 12 14 16 അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം എന്താണ്? അതിന് നമ്മൾ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വെച്ചിട്ടില്ല. അങ്ങനെ വെക്കാൻ തന്നെയാണ് നമ്മൾ പാരംസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാരംസിനകത്ത് നമ്മളിപ്പോൾ എന്താ നടന്നത്? ഇതൊക്കെ നമ്മൾ കോൾ ചെയ്ത് പാസ് ചെയ്തു ആർഗ്യുമെൻറ്റ്സ്. അത് ജസ്റ്റ് ഇവിടെ റൈറ്റ് ലൈൻ ചെയ്യാനേ ഉള്ളൂ. അതായത് പ്രിൻ്റ് ചെയ്യാനേ നമ്മളുടെ ഈ പ്രോഗ്രാമിൽ പറയുന്നുള്ളൂ. മറ്റേ ലെങ്ത്ത് കൂടിപ്പോവും നമ്മൾ വേറെ കോൺസെപ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെയാണെന്ന് പ്രിൻ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് നോക്കാം. കണ്ടോ? 2 4 6 8 10 12 14. ഓക്കെ, അതായത് കറക്റ്റ് എന്താണോ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞത് ആ പോയിൻറ്റ്സ് വാല്യൂസ് അതുപോലെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു എക്സാമ്പിളിലേക്ക് നോക്കാം. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഇൻറ്റീജർ ടൈപ്പ് മാത്രമാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഏത് ടൈപ്പിലുള്ള, ഇപ്പോൾ സ്ട്രിങ് ആയിക്കോട്ടെ ഫ്ലോട്ട് ആയിക്കോട്ടെ ഇൻറ്റീജർ എല്ലാത്തിൻ്റെ മിക്സ്ഡ് തന്നെ നമുക്കിവിടെ പാരാമീറ്ററിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പാരംസ് എന്നുള്ള കോൺസെപ്റ്റിലൂടെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ആർഗ്യുമെൻറ്റ്സ് ഏത് ടൈപ്പാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് നമുക്കിവിടെ ഈ ഒരു പ്രോഗ്രാം കൂടെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇൻപുട്ടുകൾ ഏത് ടൈപ്പായാലും ശരി ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ആവും, സക്സസ് ആവുകയും ചെയ്യും. നമുക്ക് ഈ പ്രോഗ്രാം കൂടെ ഒന്ന് നോക്കാം. യൂസിങ് സിസ്റ്റം നെയിം സ്പേസ് ആക്സസ് സ്പെസിഫയർ ക്ലാസ് പ്രോഗ്രാം. പിന്നെ എന്താണ്? യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻ പബ്ലിക് വോയിഡ് ഷോ പാരംസ് ഒബ്ജക്റ്റ് ഐറ്റംസ്. അവിടെ നമ്മൾ ഒബ്ജക്റ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് പാരംസ് കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് എത്ര ഐറ്റംസ് വേണമെങ്കിലും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഏത് ടൈപ്പ് വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഫോർ ഇൻറ്റ് i ഈക്വൽ ടു 0, i ലെസ് ദാൻ ഐറ്റം ഡോട്ട് ലെങ്ത് i പ്ലസ് പ്ലസ്. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നത് എല്ലാം ഡിസ്പ്ലേ ആവാൻ വേണ്ടിയിട്ടാണ്. കൺസോൾ റൈറ്റ് ലൈൻ ഐറ്റംസ് ഓഫ് i. ഓക്കെ, അപ്പോൾ ഏത് വാല്യൂ വന്നെങ്കിലും അത് പ്രിൻ്റ് ആവും. ഇനി നമുക്ക് നമ്മളുടെ മെയിൻ ഫംഗ്ഷനിലേക്ക് പോയി നോക്കാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ എക്സിക്യൂഷൻ നടക്കുള്ളൂ.
അപ്പോൾ നമ്മുടെ മെയിൻ മെത്തേഡിലേക്ക് കിടക്കുകയാണ്. സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ്. അതിനകത്ത് എന്താ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്, നമ്മളൊരു ഒബ്ജക്റ്റ് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്തു. പ്രോഗ്രാം ന്യൂ പ്രോഗ്രാം. ഇനിയാണ് നമ്മളുടെ ആ ഒരു റിസൾട്ടിനെ നമ്മളിവിടെ സെറ്റാക്കി കൊടുക്കുന്നത്. പ്രോഗ്രാം ഷോ രാമകൃഷ്ണൻ അയ്യർ രമേശ് 101 20.50 പീറ്റർ എ. ഇവിടെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്, ഇതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ ഇതുപോലെ പ്രിൻ്റ് ആവും. രാമകൃഷ്ണൻ അയ്യർ രമേശ് 101 20.50 പീറ്റർ എ. ഇവിടെ സ്ട്രിങ്ങും പോസിബിളാണ്, ഇൻറ്റ് പോസിബിളാണ്, ഫ്ലോട്ട് പോസിബിളാണ്, ക്യാർ പോസിബിളാണ്. എല്ലാ ടൈപ്പിൻ്റെയും മിക്സ്ചർ തന്നെ നമുക്ക് ഈ പരംസ് കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാൻ കഴിയും. അത്രയും വാല്യുബിൾ ആണ്, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ പരംസ് എന്നുള്ള ഈ ഒരു കീവേഡ്. നമ്മളിവിടെ 2 എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഒന്നിനകത്ത് നമ്മൾ പരംസ് കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻറ്റീജർ ടൈപ്പ് മാത്രമേ നമ്മൾ സെറ്റ് ചെയ്തിരുന്നുള്ളൂ. അതാണ് 2, 4, 6, 8, 10, 12, 14 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തത്. അവിടെ നമ്മൾ ഇൻറ്റീജർ ടൈപ്പ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ എന്ന്. അതിനർത്ഥം പരംസ് കീവേഡ് യൂസ് ചെയ്തിട്ട് ഇൻറ്റീജർ മാത്രമേ പറ്റുള്ളൂ എന്നല്ല. ഇനിയിപ്പോൾ ക്യാറും സ്ട്രിങ്ങൊക്കെ ചെയ്യുകയാണെങ്കിലും ഒറ്റ ടൈപ്പ് മാത്രമേ അറ്റ് ടൈമിൽ പറ്റുമൊന്നുമല്ല. നമ്മൾ മറ്റൊരു എക്സാമ്പിൾ കണ്ടപ്പോൾ വ്യക്തമായി കണ്ടതാണ്. സ്ട്രിങ്ങിൻ്റെയും ക്യാറിൻ്റെയും ഇൻറ്റിൻ്റെയും ഫ്ലോട്ടിൻ്റെയും ഒക്കെ കോമ്പിനേഷൻ തന്നെ നമ്മൾ ഈ ഒരു പരംസ് കീവേഡ് യൂസ് ചെയ്ത് ഒറ്റ സെറ്റിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യുക ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കീവേഡാണ് പരംസ് കീവേഡ്. അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് മുൻകൂട്ടി നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് അറിയില്ല, അല്ലെങ്കിൽ ടൈപ്സ് അറിയില്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരംസ് കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് ഈസിലി നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഈ പരംസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്, പരംസ് എന്നുള്ളൊരു കീവേഡാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. നമുക്ക് നമ്മളുടെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ ടൈമിൽ നമ്മൾ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് എത്രയാണ് ഈ പാരാമീറ്ററിലൂടെ പാസ് ചെയ്യാമെന്ന് അറിയില്ല എങ്കിൽ അത്തരം കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കീവേഡാണ് ഈ പരംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരംസ് യൂസ് ചെയ്യുന്ന സമയത്ത് പിന്നെ അഡീഷണൽ ആയിട്ട് വേറെ പാരാമീറ്റേഴ്സും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല നമ്മൾ മറ്റിൻ്റെ ഒന്നും ടൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഏത് ടൈപ്പും ഒരുമിച്ച് തന്നെ ഇൻപുട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് കീവേഡാണ് ഈ പരംസ് എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ 2 എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തു. ഒന്നിനകത്ത് നമ്മൾ ഇൻറ്റീജർ ടൈപ്പിലുള്ള കുറേ വാല്യൂസ് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റി, ഇൻപുട്ടായിട്ട് എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് പാസ് ചെയ്യാൻ പറ്റി. പിന്നെ മറ്റൊരു പ്രോഗ്രാമിൽ നമ്മൾ ചെയ്തത് പല ടൈപ്പിലുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു, ആർഗ്യുമെൻറ്റ്സ് ഇതിൽ പാസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അതിനകത്ത് സ്ട്രിങ് ഇൻക്ലൂഡഡ് ആയിരുന്നു, ക്യാർ, ഇൻറ്റ്, ഫ്ലോട്ട് എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ തന്നെ നമ്മൾ അവിടെ കൊണ്ടുവന്നു. അതും സക്സസ്ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത പരംസ് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ പരംസ് എന്താണെന്ന് പറയുക, എപ്പോഴാണ് അത് യൂസ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്. നമ്മൾ പറഞ്ഞല്ലോ, ഒരിക്കലും ഒരു പാരേഴ്സ് എന്ന് പറഞ്ഞ പോലെ ഒറ്റ ടൈപ്പേ ഇതിനകത്ത് അലോഡ് ആവുമെന്നല്ല, എല്ലാ ടൈപ്പിൻ്റെയും കോമ്പിനേഷൻ തന്നെ ഇതിനകത്ത് അലോഡാണ്. പിന്നെ നമ്മൾ പ്രോഗ്രാമിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു, ഒന്ന് ഇൻറ്റീജർ ടൈപ്പ് വെച്ചിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞു, പിന്നെ മിക്സഡ് ടൈപ്പിൻ്റെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടുള്ള എക്സാമ്പിളും പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.